السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ഏത് സന്ദർഭത്തിലും തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാത്രം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെ വിനിയോഗിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അവസരങ്ങൾ പാഴാക്കാതെ നമുക്ക് അള്ളാഹു അനുവദിച്ചു തരുന്ന നമ്മുടെ ആയുസ്സിന്റെ ഒരു വശത്തെയും നഷ്ടപ്പെടുത്തി കളയാതെ എത്രത്തോളം നന്മകൾ വാരിക്കൂട്ടുവാൻ സാധിക്കുമോ അതിലേക്ക് പ്രത്യേകമായ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ആളുകളാണ് നാം എല്ലാവരും. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ പ്രത്യേകമായ അവസരങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, കാലങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രദ്ധയില്ലാതെ വിട്ടുകളയുകയും അശ്രദ്ധരാവുകയും ചെയ്യുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളാണ് സഹോദരങ്ങളെ ഇനി നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പവിത്രമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്കേവർക്കും സുപരിചിതമായ സൂറത്തുൽ ഫജ്റിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ആ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ധാരാളം ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അള്ളാഹു സത്യത്തിയാൻ വേണ്ടി എടുത്തുപയോഗപ്പെടുത്തിയ പ്രത്യേകമായ ദിവസങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ഹജ്ജിന് വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ച വചനം
വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്. അവിടെ അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, ആളുകൾ ഹജ്ജിന് വരുന്നത് ആ ഹജ്ജിന്റെ പ്രത്യേകതയും മറ്റുമൊക്കെ പറയുന്ന കൂട്ടത്തിൽ വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ ഓർക്കുവാനും വേണ്ടി എന്ന് അല്ലാഹു എടുത്തു പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണ മധ്യേ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, മഹാനവറുകൾ അഭിപ്രായപ്പെട്ടത്, സഹാബത്ത് ഒരു കാര്യം അഭിപ്രായപ്പെടുന്നത്, അല്ലാഹുവിന്റെ വഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങളിൽ നിന്ന് കേട്ടതാവാനേ നിവൃത്തിയുള്ളൂ. അൽ-അയ്യാമുൽ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ഈ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അയ്യാമൽ അശ്ർ, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു എന്ന് ആ ആയത്തിന്റെ വിശദീകരണത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയാൽ അവിടുന്ന് പറയുന്നു, മാ മിൻ അയ്യാമിൻ അഫ്ദലു ഇൻദല്ലാഹ് മിൻ അയ്യാമി അശ്രി ദുൽഹിജ്ജ. ദുൽഹജ്ജ് 10 ദിവസങ്ങളോളം അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ വേറെ ദിവസങ്ങളില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ഒരു ദിവസം, വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരിൻ തഅമലുഹു ഫീ അശ്രിൽ അദ്ഹാ. ഈദുൽ അദ്ഹ ഉള്ള ദുൽഹജ്ജ് 10 ആ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന അതേ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോളം ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ വേറെയില്ല. ഹദീസിൽ തന്നെ നമുക്ക് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹുവിലേക്ക് ഇത്രത്തോളം സൽക്കർമ്മങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങൾ വേറെയില്ല. വലൽ ജിഹാദു ഫീ സബീലില്ലാ എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർത്തു. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ഈ ദിവസത്തിലെ കർമ്മങ്ങൾ എന്നർത്ഥം. സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, ജിഹാദിനേക്കാളും കൂലിയാണോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇ. യുദ്ധരംഗത്തേക്ക് എടുത്തു ചാടി തന്റെ സമ്പത്തും തന്റെ ശരീരവും കൊണ്ടവന് മടങ്ങാൻ സാധിച്ചില്ല. രക്തസാക്ഷിയായ മുജാഹിദല്ലാത്ത മറ്റുള്ള എല്ലാ ആളുകളുടെയും പ്രതിഫലം, ആ രൂപത്തിലുള്ള അത്രത്തോളം പ്രതിഫലമുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നിർവഹിക്കാൻ അവസരം ഒത്തുവരുന്ന ദിവസങ്ങളാകുന്നു ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇത്രത്തോളം ഇതിന് പ്രത്യേകത? പല മഹാന്മാരും അഭിപ്രായപ്പെട്ടതനുസരിച്ച് പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളുടെ പകലിനേക്കാൾ, രാത്രിയല്ല, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10ന്റെ പകലിനേക്കാൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഏറെ അശ്രദ്ധരാകുന്ന ദിവസങ്ങളാണ് എന്നതിൽ സംശയമില്ല. ആരും അതത്ര കാര്യമായി എടുക്കാറില്ല. ആരും അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും പലപ്പോഴും ഉൾക്കൊള്ളാറില്ല. എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായിരിക്കാൻ കാരണം എന്തായിരിക്കുമെന്ന് വ്യത്യസ്തമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിനിടയിൽ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയാണ്, വല്ലദീ യദ്ഹറു അന്ന അസ്സബബ ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന സർവ്വ ഇബാദത്തുകളുടെയും സമ്മേളന ദിവസങ്ങളാണ്. എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നതിനാലായിരിക്കാം ഇതിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടായത്. അതായത് നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ പവിത്രമായ ഹജ്ജ്, ഇതെല്ലാം കൂടി നിർവഹിക്കാൻ ഇതുപോലെ ദിവസങ്ങൾ എവിടെയാണ് കിട്ടുന്നത്? വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി. മറ്റു ദിവസങ്ങളിൽ ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള അവസരം ഒത്തുവരുന്ന ദിവസങ്ങളല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഇതിനുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ,
ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായത് മുതൽ ഈ മഹിത മഹത്വങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ? പണ്ഡിതന്മാര് പറയുന്നത് ഹദീസുകളുടെ വെളിച്ചത്തിൽ അൽ-ഇക്സാറു മിൻ ദിക്രില്ലാഹി വ ദുആഇഹി വ തിലാവത്തിൽ ഖുർആനിൽ കരീം, അതായത് ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനത്തിൽ കാണാം, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദ്, നിങ്ങൾ ആ ദിവസങ്ങളിൽ തക്ബീറുകൾ അധികരിപ്പിക്കണം, തഹ്ലീലുകൾ അധികരിപ്പിക്കണം, തഹ്മീദുകൾ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ധാരാളമായി തക്ബീറുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്ലീലുകൾ, അൽഹംദുലില്ലാഹ്, 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 തഹ്മീദുകൾ, ഇതൊക്കെ അധികരിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു. പിന്നെ അള്ളാഹനെ ധാരാളമായി ഓർക്കേണ്ട ദിവസങ്ങൾ എന്നാണല്ലോ. അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കാരണമായി തീരുന്ന ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ദിക്റുകൾ ധാരാളമായി ചൊല്ലുക, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. മറ്റു ദിവസങ്ങളിൽ നമ്മൾ അശ്രദ്ധമാകുന്ന ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ആ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഈ വേളയിൽ പ്രത്യേകം നിർവഹിക്കുക. ഒരു സുജൂദെങ്കിലും അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താണ്, അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, നീ അല്ലാഹുവിന് വേണ്ടി സുജൂദ് അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവിന് വേണ്ടി നീ സുജൂദ് അധികരിപ്പിക്കണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദ, നീ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യുമ്പോഴൊക്കെ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, അല്ലാഹു അത് മുഖേന നിനക്ക് അല്ലാഹുവിനോടുള്ള അടുപ്പം, ആ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വഹുത്ത അൻക ബിഹാ ഖതീഅ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് പാപമോചനങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഈ നിലക്ക് സുജൂദുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, പാവങ്ങളെ സഹായിക്കൽ, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കൽ, അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തൽ, അവരുടേതായ പ്രതിസന്ധികളുടെ പരിഹാരത്തിന് വേണ്ടി ആവുന്നത് ചെയ്യൽ, ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കുമോ അതൊക്കെയും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം, ദുൽഹജ്ജ് കടന്നു വരുന്നതിന്റെ മുമ്പ് തീരുമാനമെടുക്കേണ്ടുന്ന ഒരു പരമപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള അറവാണ്, പടച്ചതമ്പുരാന് വേണ്ടിയുള്ള അറവ് നടത്തൽ, ബലികർമ്മം. ദുൽഹജ്ജ് മാസത്തിൽ നാം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും മഹത്വമേറിയ ഒരു ആരാധനയാണത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള കാലി സമ്പത്തിൽ നിന്ന് ആ കാലികളെ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അറവ് നടത്തുക. ആടുമാടൊട്ടകങ്ങളിൽ ഏതിനെയും നമുക്ക് ഉദുഹിയ്യത്ത് അറുക്കാവുന്നതാണ്. ഉദുഹിയ്യത്ത് അറുക്കുവാൻ നിശ്ചയിക്കപ്പെടുന്ന മൃഗത്തിന് ചില വസ്ഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് മുടന്തുള്ളതായിരിക്കരുത്, മജ്ജയും മാംസവും നശിച്ച ചാവാളി മൃഗങ്ങളെ ആയിരിക്കരുത് അറുക്കുന്നത്. ആർക്കും വേണ്ടാത്ത, വിറ്റാൽ വില കിട്ടാത്തതല്ല നീ ഉദുഹിയ്യത്തിന് വേണ്ടി നീക്കിവെക്കേണ്ടത്. മറിച്ച് ഉദുഹിയ്യത്തിന്റെ മൃഗത്തെ വളരെ പരിപാലിച്ച് വളർത്തിയുണ്ടാക്കി അതിനോടൊരു പ്രത്യേകമായ ഒരു മാനസികമായ ബന്ധമൊക്കെ ഉണ്ടായി. അതെ, എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? കണ്ടാ അതിനെ അറുക്കാൻ തോന്നരുത്. അത്രയും നല്ല തടിച്ചു കൊഴുത്ത് നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള അത്തരത്തിലുള്ള ഉരുക്കളെയാണ് ഉദുഹിയ്യത്തായി അറുക്കേണ്ടത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, നാം ആലോചിക്കണം, അതിനെപ്പറ്റി തീരുമാനമെടുക്കണം. അധികം നേരം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ നാടുകളിലേക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് സ്വന്തം നേരിട്ട് അറിവ് നടത്തലാണ്. നമുക്ക് പലപ്പോഴും ഇവിടെ പ്രായോഗികമായി ഒട്ടേറെ വിഷമങ്ങൾ ഉള്ളവരാണ്. അതുകൊണ്ട് പ്രായോഗിക തലത്തിൽ അത് നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാടുകളിലേക്ക് വിളിച്ചു വക്കാലത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് വേണ്ടി, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഒരു മൃഗത്തെ നിങ്ങൾ വാങ്ങി അറക്കണം എന്നൊരു മുസ്ലിമായ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അയാളോട് പറഞ്ഞേൽപ്പിക്കുകയും അതിന് വേണ്ട സംഖ്യ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾ അതിന് ഉദ്ദേശിച്ച വ്യക്തിത്വമായി തീർന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പടച്ച റബ്ബിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി അറവ് നടത്തുന്നു എന്ന് പറയുമ്പോൾ
ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. പടച്ച റബ്ബ് അതിലേക്കല്ല നോക്കുന്നത്, മറിച്ച് ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അറവ് നടത്തുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണോ, അതോ ആളുകളുടെ പ്രീതിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഉലൂഹിയത്ത് ഇറക്കുന്നു. ഞാനൊരു പ്രവാസിയായിട്ട് അല്ലെങ്കിൽ പലരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഞാനത് ചെയ്യാതിരുന്നാൽ നാട്ടിൽ എനിക്കൊരു മോശമല്ലേ? ആ ചിന്തയാണെങ്കിൽ അത് വെറുതെയായി. ആളുകൾക്കിടയിൽ എനിക്കൊരു പേര് കിട്ടട്ടെ, ആ ചിന്തയാണെങ്കിൽ അത് വെറുതെയായി. മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവന് വേണ്ടി അറവ് നടത്തുന്നു. കാരണം ലോകത്ത് ധാരാളക്കണക്കിന് ഉരുക്കളെയും മൃഗങ്ങളെയും ബലിയർപ്പിക്കപ്പെടുന്നത് ബലിക്കല്ലുകളിൽ മേലാണ്, ഖബറുകൾക്ക് ചുറ്റുമാണ്, ദർഗകൾക്ക് ചുറ്റുമാണ്, മഖാമുകൾക്ക് ചുറ്റുമാണ്, ഉറൂസുകളോടനുബന്ധിച്ചാണ്, പൂരങ്ങളോടനുബന്ധിച്ചാണ്. അതുപോലെ തന്നെ പല വിഭാഗങ്ങളുടെയും ആരാധനാ സന്ദർഭങ്ങളിലാണ് അവർ കുരുതി കൊടുക്കുന്നത്. മൃഗങ്ങളെ കുരുതി കൊടുക്കുന്നവർ, അങ്ങനെ രക്തം കുടിക്കുന്ന പിശാചുക്കൾ, ആ രൂപത്തിൽ ഒരുപാട് വസ്തുക്കളെ ബലി നൽകിക്കൊണ്ട് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിയും അല്ലാഹു അല്ലാത്തവരിൽ നിന്നുള്ള രക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ട് ഉലൂഹിയത്ത് അഥവാ ബലികർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടയിലാണ് സത്യവിശ്വാസികളോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്, നീ അറവ് നടത്തുമ്പോ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഏതുപോലെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. അതുപോലെ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, വൻഹർ, നീ അവന് വേണ്ടി അറവ് നടത്തുകയും ചെയ്യുക. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവന് അല്ലാഹുവിന്റെ ശാപമാണ്. ലഅനല്ലാഹ്, ലഅനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിക്കട്ടെ, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവരെ. ദുൽഹജ്ജ് മാസമായി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പരിസര ജില്ലകളിലുമൊക്കെ പല മൃഗങ്ങളെയും അറവ് നടത്താറുണ്ട്. ദുൽഹജ്ജ് 7-ന് നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് അറിയപ്പെടുന്ന ഓമാനൂർ എന്ന് പറയുന്ന ദർഗ, ഒരു ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മറവട്ട് കിടക്കുന്ന ആളുകളുടെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് ആ ശുഹദാക്കളിൽ നിന്ന് ഖൈറുദ്ദേശിച്ച് അതുപോലെ തന്നെ ആപത്തുകൾ തടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ധാരാളക്കണക്കിന് പോത്തുകളെയും ആടുകളെയും ഒക്കെ അറവ് നടത്തുന്ന, അതിനുവേണ്ടി ഒഴിഞ്ഞിടുന്ന, നേർച്ചയാക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ആളുകൾ ദുൽഹജ്ജ് 10-നോ 11-നോ 12-നോ 13-നോ ഒന്നും അറവിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇതിനിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പലർക്കും വേണ്ടി കുരുതി കൊടുക്കുന്ന കുരുതിക്കളങ്ങൾ നിലവിലുള്ളപ്പോൾ അല്ലാഹുവിന് വേണ്ടി മാത്രമേ ഞാൻ അറുക്കുകയുള്ളൂ. ഇന്ന സ്വലാത്തി വനുസുകി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവശക്തനായ അല്ലാഹുവിന് വേണ്ടി മാത്രം. ഉറൂസുകളോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ ഉള്ളാളത്ത് അറുക്കപ്പെടുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ല. ആടുകൾക്ക് ധാരാളം ആടുകൾ അവിടെ അറുക്കപ്പെടുന്നുണ്ട്. ഒരുപാട് കേന്ദ്രങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വിശ്വാസികളെ, എന്റെ അറവ് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കും, ആ ദൃഢനിശ്ചയം പുതുക്കുവാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കണം. ഒരാൾക്ക് സ്വന്തമായി ഒരാടറുക്കുകയാണെങ്കിൽ അതിൽ മറ്റൊരാൾ പങ്കാളിയാവാൻ പറ്റില്ല. ഒരു കുടുംബത്തിന്റെ നാഥന് ഒരാടറുക്കാം, തനിക്കും തന്റെ കുടുംബത്തിനും എന്ന ഉദ്ദേശത്തോടുകൂടി അങ്ങനെ ഒരാട്ടിനെ അറുക്കാം. അതല്ലെങ്കിൽ ഒരു മൃഗത്തെ, മാട്, ഒട്ടകം, ആടുമാടൊട്ടകമാണല്ലോ ഉലൂഹിയത്തിന് നിശ്ചയിക്കപ്പെട്ടത്. മാടും ഒട്ടകവുമൊക്കെയാണെങ്കിൽ 7 വരെ ആളുകൾക്ക് ഒരേ മൃഗത്തിൽ പങ്കാളിയാകാവുന്നതാണ്. 7 തന്നെ വേണമെന്നില്ല. 6 ആവാം, 5 ആകാം, 4, 3, 2 ഒക്കെ ആകാം. ഒറ്റക്കും മറക്കാം. 8 ആയിക്കൂടാ എന്നർത്ഥം. 7, മാക്സിമം 7 പേരടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു മാടിനെ ബലിയർപ്പിക്കാവുന്നതാണ്. അതിന്റെ വിഹിതം ശേഖരിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാം. സഹോദരങ്ങളെ, ഇത് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ നമസ്കാരത്തിന്റെ ശേഷം മുതൽ ഉലൂഹിയത്തിന്റെ സമയം ആരംഭിക്കുകയായി. 11-നും അവസരമുണ്ട്, 12-നും അവസരമുണ്ട്, 13-ന്റെ അന്ന് അസ്ർ വരെയും
ഉളുഹിയത്ത് അറുക്കുവാൻ അവസരമുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. അതിനു വേണ്ടി നമ്മുടെയൊക്കെ നാടുകളിൽ പല രൂപത്തിൽ പല പള്ളികളിലും പള്ളികളോടനുബന്ധിച്ചും കമ്മിറ്റികളുമൊക്കെ ഇതിനുള്ള ഷെയറുകൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നാടുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. എന്തായിരുന്നാലും ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചര്യ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, നിങ്ങൾ ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടാൽ, അഥവാ ദുൽഹജ്ജ് മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു എന്നുറപ്പായാൽ, വഅറാദ അഹദുകും അൻ യുളഹിയ, നിങ്ങളിൽ ഒരാൾ ഉളുഹിയത്ത് അറുക്കണം എന്നവന് തീരുമാനവുമുണ്ടെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അവന്റെ നഖവും മുടിയും പിന്നീട് അവൻ നീക്കരുത്. ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായത് മുതൽ ഹത്താ യുളഹിയ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അറവ് നിർവഹിക്കപ്പെടുവോളം അവന്റെ മുടിയോ നഖമോ അവൻ നീക്കാൻ പാടില്ല. നീക്കാതിരിക്കലാണ് വേണ്ടത്. അവൻ നീക്കിയാലോ, ഒരാൾ അങ്ങനെ നീക്കി മറന്നിട്ട് അതിന് പ്രായശ്ചിത്തൊന്നുമില്ല, അള്ളാഹുവോട് പറയാ. അപ്പൊ പരിപൂർണമായ അതിന്റെ പ്രതിഫലം കിട്ടുവാൻ വേണ്ടി എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ അത് മറന്നിട്ട് 2-നോ 3-നോ ഒക്കെ ഏതെങ്കിലും നിലക്ക് നഖമോ മുടിയോ നീക്കി, ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഉളുഹിയത്ത് അറുക്കാനാരും ബേജാറാകേണ്ടതില്ല. അത് അതിന്റെ ഒരു പ്രാഥമികമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മര്യാദയാണ്, അതിന്റെ ഒരു ഷർത്തല്ല. ഷർത്താകുമ്പോ ഇതുണ്ടെങ്കിലേ അത് ശരിയാവൂ എന്ന് വരും. അതല്ല, ഇതിന്റെ ഒരു പൂർണ്ണമായ പ്രതിഫലത്തിന് അത് ആവശ്യമാണ്. നിങ്ങളിൽ കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി മുഴുവൻ അറക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അറവ് നടത്തുമ്പോൾ ആ ഉദ്ദേശിച്ച കുടുംബനാഥന് മാത്രമേ ഈ പ്രത്യേകമായ മര്യാദകൾ പാലിക്കേണ്ടതുള്ളൂ. ഭാര്യ അത് ആചരിക്കേണ്ടതില്ല. മക്കൾ, കുടുംബത്തിലെ മറ്റ് മെമ്പർമാർ അത് ആചരിക്കേണ്ടതില്ല. മറിച്ച് ഭാര്യക്ക് സ്വന്തമായി തന്നെ ഒന്നറുക്കുന്നുണ്ട്, ഒരു മോന്റെ വകയായിട്ട് തന്നെ ഒന്നറുക്കുന്നുണ്ട് എങ്കിൽ ഓരോരുത്തരും ആ മര്യാദകൾ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് സഹോദരങ്ങളെ അത് സംബന്ധമായി ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന നമുക്കിടയിലേക്ക് കടന്നു വരാൻ പോകുന്ന ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ സൽക്കർമ്മ നിരതമായ നിലക്ക്, പ്രാർത്ഥനാ നിർഭരമായ നിലക്ക് അല്ലാഹുവിലേക്ക് നമ്മുടെ സാമീപ്യം കൂടുതൽ ഉയർത്തിക്കിട്ടുവാൻ വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരാകുവാൻ ശ്രദ്ധ വേണേ ഇത് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സൽക്കർമ്മങ്ങളിലേക്ക് ആവേശപൂർവ്വം മുന്നേറുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രാജ്യത്തൊട്ടാകെ ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ, നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ലോക റിപ്പോർട്ടുകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുത്ത ക്ഷാമം നേരിടാൻ പോകുന്നത് വെള്ളത്തിനാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ നാടുകളിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കൂ, നിറഞ്ഞു നിൽക്കേണ്ടുന്ന കുളങ്ങളും കിണറുകളുമൊക്കെ വറ്റിത്തുടങ്ങി. ഇപ്പോഴേ വറ്റിത്തുടങ്ങിയാൽ ഉണ്ടാകുന്ന ജലക്ഷാമം എത്രയായിരിക്കും? അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വെള്ളം. ആ വെള്ളം ഒരുപാട് ആളുകൾക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാണ്. പലർക്കുമായി നിശ്ചയിക്കപ്പെട്ടത് ചിലര് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു ദുരന്തം. ആ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയത് വെള്ളവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇസ്റാഫ് ചെയ്യൽ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വലാ തുസ്രിഫു, നിങ്ങൾ അതിര് കവിയരുത്. മലയാളികൾക്ക് ഇന്ന് വെള്ളം ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരു പിശുക്കുമില്ല എന്നാണ് പറയാ. പക്ഷെ കുറച്ച് ഓവറായി പോകുന്നു. ഒതുവെടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തു കൂടെ നടന്നു പോവുകയാണ്. ഒരിക്കൽ അദ്ദേഹം വുളൂ ചെയ്യുന്നു. വെള്ളം പാഴായി പോകുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ മഹാദസ് സർഫ്, എന്താണ് ഈ അമിതമായി വെള്ളം ചെലവഴിക്കുന്നത്? എന്താണ് ഈ അമിതത്വം കാണിക്കുന്നത്? എന്താണ് ഈ ദൂർത്തടിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫിൽ വുളൂഇ സർഫ്, വുളൂ എടുക്കുമ്പോഴുണ്ടോ ദൂർത്ത്? അങ്ങനെ വന്നു പോകൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ,
ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണ് നീ ഉളു എടുക്കുന്നതെങ്കിലും ഒരുപാട് വെള്ളമുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒരുപാട് കോരി ഒഴിക്കരുത്. പുഴയിൽ നിന്നാ ഉളു എടുക്കുന്നതെങ്കിലും ഒരുപാട് വെള്ളം ഒഴുകി പോവല്ലേ, ആർക്കും പ്രയാസമൊന്നുമില്ലെന്ന് വിചാരിച്ചു ഒരുപാട് എടുത്ത് ഉപയോഗിക്കരുത്, കണക്കിന് ഉപയോഗിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഉളൂയിനെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഗ്രാമീണനായ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചപ്പോൾ 3 തവണയാണ് ഉളു എടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഹാക്കദൽ ഉളു, ഇപ്രകാരമാണ് ഉളു ചെയ്യേണ്ടത്. ഫമൻ സാദ അലാ ഹാദാ ഫഖദ് അസാഅ വതഅദ്ദാ വളലമ, ആരെങ്കിലും ഇതിലേറെ ഉപയോഗിച്ചാൽ ഫഖദ് അസാഅ, അവൻ തിന്മ ചെയ്തു, വതഅദ്ദാ, അവൻ അതിര് കവിഞ്ഞു, അതിർത്തി വിട്ടു, വളലമ, അവൻ അക്രമമാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉളൂവിനെ കുളിക്കൊക്കെ വളരെ മിതമായ വെള്ളം ഉപയോഗപ്പെടുത്തി. നമുക്കൊന്നും കഴിയൂല അത്ര കുറച്ച് ഉപയോഗിക്കാൻ. സഹാബത്ത് പറയുന്നുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി, ഒരു മുദ്ദ് വെള്ളം കൊണ്ട്, ഒരു കോരൽ വെള്ളമാണ്, അതുകൊണ്ട് ഉളു എടുത്തു. വയഗ്തസിലു ബിസ്സാഇ ഇലാ 5 അംദാദ്, 5 മുദ്ദ് വരെ കുളിക്കാൻ ഉപയോഗപ്പെടുത്തി. നമുക്ക് മേൽ നനഞ്ഞിട്ടില്ല. അത്രത്തോളം നമ്മളിന്ന് ഫ്ളാറ്റുകളിലും വീടുകളിലും എല്ലായിടത്തും വെള്ളം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പൈപ്പ് തുറന്നിട്ടിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുക. ആ ബ്രഷ് ചെയ്ത് തീരോളം, നമുക്ക് മതി വരുവോളം ബ്രഷ് ചെയ്ത് തീരുവോളം വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും വാഷ് ബേസിനിലൂടെ. കയ്യിലെടുത്ത് ഉളു സോപ്പിട്ട് കഴുകി, ആ സോപ്പ് കൊണ്ട് കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് സോപ്പിട്ട് മുഖവും കയ്യൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ടാപ്പ് പൂട്ടിക്കൂടെ? നമ്മൾ ചെയ്യൂല. സോപ്പിട്ട് കഴുകി പിന്നെ ആ കയ്യും കഴുകി മുഖം കഴുകി നമ്മളെ കണ്ണ് വൃത്തിയാക്കി മൂക്ക് ചീറ്റി വൃത്തിയാക്കുമ്പോഴൊക്കെ ഗാലൻ കണക്കിന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും, എന്റെ ഫ്ലാറ്റ് ഞാൻ വാടക എടുത്ത്, ഞാൻ വാടക കൊടുക്കുന്നത്, ഞാനല്ലേ കറണ്ട് ബില്ല് അടക്കുന്നത്, ഞാനല്ലേ വാട്ടർ ബില്ല് അടക്കുന്നത്, ആരുണ്ട് ചോദിക്കാൻ? പറ്റൂല. ഇത് അള്ളാ തന്നതാ. അൽ കഹ്ഫിൽ നിങ്ങളൊരു കഥ വായിക്കുന്നില്ലേ? സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ? ഒരു തോട്ടക്കാരൻ, അയാൾക്ക് ഒരുപാട് സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ തോട്ടത്തിൽ നല്ല തെളിനീരൊഴുകുന്ന നദിയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ വലിയ അഹങ്കരിച്ചു, ഇതിൻ്റെതാ, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും, എന്റെ മുതൽ ഞാൻ ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് അവകാശമുണ്ട് എന്നയാൾ ധാർഷ്ട്യം പറഞ്ഞപ്പോ നല്ലവനായ ഒരു മനുഷ്യനോട് പറഞ്ഞു, എടോ ഈ ഞെളിയുന്നില്ല, വല്ല നെകളിപ്പ് കാണിക്കുന്നില്ലേ? ഈ തോട്ടം നനക്കാനുള്ള നിന്റെ ഈ വെള്ളല്ലേ, ഇതൊന്ന് വറ്റിപ്പോയാ ഫലം അത് തേടിക്കൊണ്ടുവരാൻ നിനക്ക് സാധ്യമാണോ? ഒരിറ്റ് വെള്ളം ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? അല്ലാഹു ചോദിച്ചിട്ടുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വെള്ളമെങ്ങാനും ഒന്ന് വറ്റിപ്പോയാൽ അതിനെ കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അത്രയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതാണ് വെള്ളം. അതുപോലെ ലൈറ്റുകൾ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാതെ ഫാൻ തിരിയുന്നു, AC വർക്കാകുന്നു, ലൈറ്റുകൾ തെളിയുന്നു, ശ്രദ്ധിക്കുന്നില്ല. ധാരാളക്കണക്കിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിങ്ങളോട് കൃത്യമായി വെറുപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഖീല വഖാല, കേട്ടതും കണ്ടതും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാം. ഖീലയും ഖാലി, തോന്നിയതുപോലെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നാവിന് നല്ല സുഖമുള്ള ഏർപ്പാടാണ്, പാടില്ല. ധനം നഷ്ടപ്പെടുത്തൽ, ഒരു ഫിൽസ് പോലും നഷ്ടമായി കൂടാ, ന്യായമായി ചെലവഴിച്ചുകൂടാ. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിങ്ങനെ നടക്കുക, വെറുതെ ഇഷ്കാലുണ്ടാക്കി നടക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നിത്യോപയോഗ വസ്തുക്കളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്തിനും കണക്ക് പറയണം. ഒരു നല്ല കാറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് അല്ലാഹ് ചോദിക്കുന്നതാണ്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ സ്വഹാബാക്കളിൽ നിന്നുള്ള റിവായത്തുകളായി കൊണ്ട് ചേർത്ത് എഴുതി വെച്ചത്. നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും കണക്ക് പറയേണ്ടതുണ്ട്. എപ്പോഴാ നമ്മളെ തിരിച്ചു വിളിക്കാന്ന് അറിഞ്ഞൂടാ, എപ്പോഴാ നമ്മളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോവേണ്ടതെന്ന് അറിഞ്ഞൂടാ.
കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ ചെന്നപ്പോ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, തിരുവനന്തപുരം ജില്ലയിൽ പ്രബോധക രംഗത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 3 കുരുന്നു മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു പ്രബോധകൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സഹോദരൻ ജാബിർ കായക്കൊടി. അദ്ദേഹം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു മോട്ടോർ ബൈക്കിന്റെ ബാക്കിലിരുന്ന് തന്റെ ഒരു സുഹൃത്തിനെ കാണാനുള്ള വഴിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ പമ്പിലേക്ക് വണ്ടി ഇങ്ങനെ തിരിച്ചതാ. അദ്ദേഹം ബാക്കിലായിരിക്കുന്നത്. പിന്നിൽ നിന്ന് വന്നു, വണ്ടി തട്ടി, അദ്ദേഹം വീണു. ബൈക്ക് ഓടിച്ച വ്യക്തി നിസ്സാരമായ പരിക്കുകളോട് രക്ഷപ്പെട്ടു. നമ്മുടെ പ്രബോധകൻ എന്നേക്കുമായി നമ്മെ വിട്ടുപിരിഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാണ്. ഒരുപാട് സഹോദരങ്ങൾ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊക്കെ വേണ്ടി നല്ലവരായ മുവഹിദുകളായ ആളുകൾ നമസ്കരിക്കാൻ, ജനാസ നമസ്കരിക്കാൻ കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യം. അള്ളാഹു ആരുടെ ദുആ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് സ്വർഗം തരാന്ന് അറിയില്ലല്ലോ. തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. എറണാകുളത്ത് വെച്ച് നിസ്കരിച്ചു. മലപ്പുറം ജില്ലയിൽ തിരുരങ്ങാടിയിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ 3-4 തവണകളായിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കപ്പെട്ടു. ആയിരങ്ങൾ പങ്കെടുത്ത നമസ്കാരം. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഓരോ സന്ദർഭങ്ങളിലും നമ്മോടിങ്ങനെ തട്ടി വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുകയാണ്, സഹോദരാ നിന്റെ മരണം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരാളെ കാണാൻ പോയി വരുന്നു, കുടുംബത്തിന് അല്പ സാധനങ്ങൾ വാങ്ങാനും കൂടി ഇറങ്ങിയതാണ്. നമ്മളൊക്കെ അങ്ങനെ ഇറങ്ങിയവരാണ്, കുടുംബത്തെ പോറ്റാൻ ഇറങ്ങിയവരാണ്. പലരെയും ഇനിയും കാണാമെന്ന് പറയുന്നവരാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വരാമെന്ന് പറയുന്നവരാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്തുമെന്ന് പറയുന്നവരാണ്. ഇല്ല, വലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ച് മരണം പിടികൂടുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. എപ്പോഴും റബ്ബ് നമ്മെ തിരിച്ചു വിളിച്ചേക്കാം. ഒരുങ്ങുക സഹോദരങ്ങളെ, ഒരുങ്ങുക. മരണം തൊട്ട് പിന്നിലുണ്ട്, തൊട്ടടുത്തുണ്ട്. നമ്മൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോടൊട്ടി നിൽക്കുന്നു മരണം. അൽ മൗതു അദ്നാ മിൻ ശറാക്കി നഅലിഹി. സ്വന്തം കാലിലണിഞ്ഞ പാദരക്ഷയുടെ അതിനേക്കാൾ അടുത്ത് നമ്മുടെ ശരീരവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ റൂഹ് പിടിക്കുവാനുള്ള സംവിധാനങ്ങൾ മരണം അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെ ദുരുപയോഗപ്പെടുത്തരുത്. നന്നായി അള്ളാഹുവിന് പൊരുത്തമുള്ള കർമ്മങ്ങളിലേക്ക് വിനിയോഗിക്കുക. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. നമ്മുടെ നാവ് കൊണ്ട് അരുതാത്തത് പറയാതിരിക്കുക. നമ്മുടെ കണ്ണുകളെ അരുതാത്തതിലേക്ക് മേയാൻ വിടാതിരിക്കുക. പടച്ച റബ്ബേ, നീ കാണുന്നുവല്ലോ എന്ന ബോധത്തോടെ ജീവിക്കുക. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എപ്പ മരണം വന്നാലും, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. ആ ദുആ നമ്മുടെ മനസ്സിലുണ്ടാകണം. തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. മരണപ്പെട്ട ബന്ധുക്കളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെക്കാൾ ഖൈറായ പ്രബോധകന്മാരെ തൗഹീദി രംഗത്തേക്ക് അല്ലാഹു പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും നാഥന്റെ തുണ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.